പ്രിയമുള്ളവരെ, രാമായണത്തിൽ പ്രകീർത്തിതമായ സേതുബന്ധനത്തിന്റെ നവാവിഷ്കാരമായി ആഘോഷിക്കുന്ന ശ്രീരാമൻ ചിറക്കെട്ടോണത്തിലൂടെ രാമനാമമാകുന്ന താരകമന്ത്രത്തിന്റെ അതീതമാനങ്ങളെ അടയാളപ്പെടുത്തുകയാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഈ ചിറക്കെട്ടോണം തൃപ്രയാറപ്പന് ഭക്തിയുടെ മന്ദാര മലർമാല്യം ഒരുക്കുന്നു. പുണ്യപുരാതനമായ ക്ഷേത്രീയ ചരിത്രത്തിൽ പുണർദ നക്ഷത്രം പോലെ പ്രോജ്വലിക്കുകയാണ് രാമവിഭൂതി ഒഴുകിപ്പരക്കുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രവും അവിടുത്തെ ശ്രീരാമൻ ചിറക്കെട്ട് ചടങ്ങും. ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂജയേറ്റുവാങ്ങിയ തൃപ്രയാർ തേവർക്ക് ഇഷ്ടമുഹൂർത്ത മാത്രകളാണ് തൃപ്രയാർ ഏകാദശിയും ചെമ്മാപ്പിള്ളിയിലെ ശ്രീരാമൻ ചിറക്കെട്ട് ഉത്സവവും. ആത്മതത്വസ്വരൂപമായ വിഗ്രഹശക്തിയുടെ ചൈതന്യ ധന്യതയാണ് ചിറകെട്ടോണം സാക്ഷാത്കരിക്കുന്നതെന്ന് പറയാതെ വയ്യ. തൃപ്രയാറിലെ ശ്രീരാമസ്വാമിയുടെ പാദപാംസുക്കളെ പ്രണമിച്ചൊഴുകുന്ന തൃപ്പാദയാറിനും ശ്രീരാമൻ ചിറ പാടശേഖരത്തിനുമിടയിലുള്ള പഞ്ചവടി പോലെ പ്രകൃതി ലാവണ്യ ഭൂമികയാണ് ചെമ്മാപ്പിള്ളി എന്ന ഗ്രാമം. തൃപ്രയാർ ക്ഷേത്രത്തിന്റെ അത്രയും പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു അത്യപൂർവ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന് തിരുവോണ നക്ഷത്രത്തിൽ സംഗമിക്കുന്നതാകട്ടെ ഭഗവാന്റെ 5ാമത്തെ അവതാരമായ വാമനനും 7ാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രനുമാണ്. ഭൂമിയിൽ എല്ലാ വർഷവും നടക്കുന്ന ഒരേ ഒരു ചടങ്ങും ഇതാണ്. കന്യമാസത്തിലെ തിരുവോണനാളിൽ സന്ധ്യയ്ക്ക് മുതലപ്പുറത്തേറി ഇവിടെയെത്തുന്ന തൃപ്രയാർ തേവർ പിറ്റേന്ന് പുലർച്ചെയുള്ള ക്ഷേത്രത്തിലെ നിയമവിധി കേൾക്കുമ്പോഴാണ് തിരിച്ചെഴുന്നള്ളുന്നത്. 2012 തൃപ്രയാർ ക്ഷേത്രത്തിൽ നടന്ന അഷ്ടമംഗല പ്രശ്നത്തിൽ ശ്രീരാമൻ ചിറയിലെ പല ചടങ്ങുകളും മുടങ്ങിയതിൽ ഭഗവാന് ഇഷ്ടക്കേടുണ്ടെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ ഒത്തുചേർന്ന് 2013 ചടങ്ങുകൾ പുനഃസ്ഥാപിക്കുകയും ആഘോഷാരവങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. വെള്ളപ്പൊക്കവും കൊറോണയുമെല്ലാം ബാധിച്ച സമയങ്ങളിൽ ഒഴികെ അതിഗംഭീരമായിട്ടായിരുന്നു ആഘോഷം. ഭാവിയിൽ ഒരു പക്ഷേ ശബരിമലയിലെ മകരവിളക്ക് പോലെ തന്നെ പ്രസിദ്ധമായേക്കാവുന്ന ഒരു ഉത്സവമാണ് ചെമ്മാപ്പിള്ളിയിലെ ശ്രീരാമൻ ചിറയിൽ നടക്കുന്ന ചിറകെട്ട് മഹോത്സവം. രണ്ടായിരത്തി 2025 ഒക്ടോബർ 2 വ്യാഴാഴ്ച നടന്ന ഉത്സവത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ടായിരുന്നു. അനുഷ്ഠാന ചടങ്ങുകളിൽ മൂശാരി സമുദായത്തിന്റെ പങ്ക് ആദ്യമായി ഉണ്ടായതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. മറ്റ് വിശ്വകർമ്മ സമുദായങ്ങളായ ആശാരി, കരുവാൻ, തട്ടാൻ എന്നിവർക്കൊപ്പം പങ്കെടുത്ത് മൂശാരി സമുദായം നിലവിളക്ക് സമർപ്പിച്ചു തുടങ്ങിയത് ഈ വർഷത്തിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായി ഒരു ആത്മീയ വിപ്ലവം ഉടലെടുത്തു എന്ന് പറയുവാൻ സാധിക്കുന്ന വിധം സ്ത്രീകളുടെ ചതുർവേദ ജപം നടത്തപ്പെട്ടു എന്നത് തികച്ചും സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് വേദം ജപിക്കുവാൻ അർഹതയില്ലെന്ന് പറഞ്ഞ് ഏറ്റുമാനൂരിലെ രാംപ്രസ്ഥാൻ വേദ പാരായണ സമിതിയെ ഒഴിവാക്കിയതായി അറിഞ്ഞപ്പോൾ ചിറകെട്ടോണ സംരക്ഷണ സമിതിയിലെ പ്രവർത്തകർ ഈ അമ്മമാരെ പരവതാനി വിരിച്ച് ഇങ്ങോട്ടേക്ക് ആനയിക്കുകയായിരുന്നു. സംഘാടകരുടെ തീരുമാനവും 20ഓളം സ്ത്രീകൾ പരസ്യമായി വേദം ജപിച്ചതും വളരെ ശ്രദ്ധയും അഭിനന്ദനവും നേടുകയുണ്ടായി. ഈയൊരു വിപ്ലവം ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നല്ലൊരു തുടക്കമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇവിടെ നടന്ന സേതുബന്ധന വന്ദന ചടങ്ങിൽ പങ്കെടുത്ത ആത്മീയ രംഗത്തെ പ്രമുഖർ നിറച്ചാർത്തേകുകയുണ്ടായി. കാനാടിക്കാവ് മഠാധിപതി വിഷ്ണു ഭാരതീയ സ്വാമി, ചെങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷൻ ആശ്രമത്തിന്റെ സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ ശിഷ്യനും സത്യാനന്ദാശ്രമം സ്ഥാപകനുമായ സ്വാമി ഗുരുദാസാനന്ദ സരസ്വതി, രാമതത്വപ്രചാരകരായ രാംപ്രസ്ഥാന്റെ പ്രസിഡന്റ് ശാന്ത എസ് പിള്ള, സെക്രട്ടറിയും രാമായണ സത്രാചാര്യനുമായ PK അനീഷ്, തൃപ്രയാർ ക്ഷേത്രം ഊരാളൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രം മാനേജർ മനോജ് നായർ എന്നിവരുടെ സജീവ സാന്നിധ്യം സേതുബന്ധന ചടങ്ങുകളിലും പ്രകടമായിരുന്നു. ഭഗവാനെ ചിറകെട്ടുവാൻ സഹായിച്ച അണ്ണാറക്കണ്ണനെ സ്മരിക്കുന്ന സേതുബന്ധന വന്ദനം എന്ന ചടങ്ങിൽ ശബരിമല അയ്യപ്പസ്വാമിയുടെ ഒരു പ്രതിനിധിയും എത്തിച്ചേർന്നത് വേറിട്ട അനുഭവമായി മാറി. അയ്യപ്പസ്വാമി രൂപീകരിച്ച ആലങ്ങാട് പേട്ടയോഗത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സജീവൻ തത്തയിലിൻ്റെ സാന്നിധ്യം
ഈ ചടങ്ങിന്റെ മാറ്റുകൂട്ടിയതായി അടയാളപ്പെടുത്താം. രാഷ്ട്രീയ രംഗത്തെയും വ്യവസായ രംഗത്തെയും സിനിമാ രംഗത്തെയും പ്രമുഖരും ഇത്തവണ സേതുബന്ധന വന്ദന ചടങ്ങിലും ശബരി സൽക്കാര വേളയിലും എത്തിച്ചേർന്നിരുന്നു. നാട്ടിക MLA-യും CPI നേതാവുമായ CC മുകുന്ദൻ അവർകളാണ് അതിലേറ്റവും പ്രമുഖൻ. തൃശൂരിന്റെ മുൻ DCC പ്രസിഡന്റും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവുമായ ജോസ് വള്ളൂരും ഈ ചടങ്ങിന് എത്തിയിരുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായി മാത്രം അന്നു രാവിലെ കേരളത്തിലെത്തിയ നിരവധി സേവന പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന്റെ ഭാഗവുമായി മാറിയ CP സാലിഹും സേതുബന്ധന വന്ദന ചടങ്ങിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറി. വലം കയ്യിലെടുത്ത് നെഞ്ചോട് ചേർത്തു പിടിച്ച ഒരു പിടി മണ്ണ് സേതുവിൽ സമർപ്പിക്കുന്നതിലൂടെ പഞ്ചഭൂതങ്ങളിലൊന്നായ ഭൂമിയെ തന്നെ ഭക്തൻ ആത്മസമർപ്പണം ചെയ്യുന്ന പ്രതീകാത്മക പ്രത്യക്ഷമായി ഈ ചടങ്ങിനെ നമുക്ക് വായിച്ചെടുക്കാം. മൂലോകവും ദാനം ചെയ്ത മഹാബലിക്ക് തുല്യനാകുകയാണ് ആ നിമിഷത്തിൽ ഭക്തർ. വാമനന്റെ ഈ സമയത്തെ സാന്നിധ്യത്തിന് അങ്ങനെയൊരു പരിപ്രേക്ഷ്യവും നിർവചിക്കുവാൻ സാധിക്കും. ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സ്വീകരിച്ച് പൂജിച്ച ശബരി മാതാവിനെ ഓർക്കുവാൻ നീക്കിവെച്ചതാണ് ഇവിടുത്തെ പ്രസാദമൂട്ട്. പേരും അതുപോലെ തന്നെ വ്യത്യസ്തമാണ്. ശബരി സൽക്കാരം. ഭക്ഷണം കഴിക്കുന്ന രീതിക്കും വ്യത്യാസമുണ്ട്. വിതരണ സ്ഥലത്തു നിന്നും നമുക്ക് ലഭിച്ച തിരുവാതിരപ്പുഴുക്കും കഞ്ഞിയും പപ്പടവും അച്ചാറും വിളമ്പിയ പാത്രം മറ്റൊരാൾക്ക് നമ്മൾ നൽകേണ്ടതുണ്ട്. അതിനുശേഷം വേറെ ഒരാളിൽ നിന്ന് സ്വീകരിക്കുന്ന ഭക്ഷണം വേണം നമ്മൾ ഭുജിക്കുവാൻ. കൊടുത്തു ജീവിക്കുക എന്ന മഹത്തായ സംസ്കാരം പഠിപ്പിക്കാൻ ഉതകുന്ന ഒരു മനോഹര കാഴ്ചയാണിത്. BJP നേതാവായ ലോചൻ എന്നമ്പാട്ട്, ചലച്ചിത്ര നിർമ്മാതാവ് AP രാമചന്ദ്രൻ, തൃപ്രയാറിലെ പ്രശസ്തനായ ജ്യോത്സ്യൻ ഡാനി രാജ്, കവി KKV പെരിങ്ങോട്ടുകര, കൂടാതെ പെരിങ്ങോട്ടുകര യാറത്തിങ്കൽ ജുമാ മസ്ജിദ് കമ്മിറ്റി അംഗം ജമാൽ കുമ്മങ്കണ്ടത്ത് തുടങ്ങിയവരും ഇവിടെ ശബരി സൽക്കാരം ആരംഭിക്കുന്നതിന് കാരണക്കാരനായ ഹൈദ്രോ പോക്കാക്കിലത്തും ചേർന്ന് ഉടുക്കുപാട്ട് കലാകാരനായ പൂക്കാട്ട് ഉണ്ണികൃഷ്ണനെ ശബരിയായി കണ്ട് ഭക്ഷണം നൽകി ആദരിച്ചതിന് ശേഷമാണ് ഉദ്ഘാടനം നടത്തിയത്. കന്നിയിലെ തിരുവോണനാളിൽ പുലർച്ചെ 3 മണിക്ക് തൃപ്രയാർ ക്ഷേത്രത്തിൽ നിയമവിധി കേട്ടപ്പോഴാണ് തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ചതിന് ശേഷം തൃപ്രയാർ തേവർക്ക് ഇരിക്കുവാനുള്ള താൽക്കാലിക ക്ഷേത്രത്തിൽ പരമ്പരാഗത പൂജ ആരംഭിച്ചത്. തുടർന്ന് ചെണ്ടകൊട്ട് കേട്ടപ്പോൾ പ്രദേശവാസികളും വീടുകളിൽ തൃക്കാക്കരയപ്പനെ വെച്ച് ഓണം കൊണ്ടു. ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ കളഭച്ചിലമ്പ് ചെമ്മാപ്പിള്ളി, ഭൂമിക പൈനൂർ, കൈലാസ് ആനേശ്വരം, വാസുകി മുറ്റിച്ചൂർ എന്നീ കലാസമിതികളുടെ വീരനാട്യ പ്രദർശനം അരങ്ങേറി. ഇതെല്ലാം നടത്തുന്നതിന് സൗമനസ്യത്തോടെ സ്ഥലം വിട്ടു നൽകിയത് പെരിങ്ങോട്ടുകര യാറത്തിങ്കൽ ജുമാ മസ്ജിദാണ്. സഹോദര മതങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയും മഹനീയ മാതൃകയാണ് വർഷങ്ങളായി നമ്മളിവിടെ കാണുന്നത്. 6 ഇടങ്ങളിൽ നിന്നുള്ള ഘോഷയാത്രകൾ ഒന്നുചേർന്ന് വലിയൊരു ഘോഷയാത്രയായി അവകാശ വിതരണം നടക്കുന്ന കൊട്ടാരവളപ്പിലേക്ക് പോകുന്ന കാഴ്ച അതിഗംഭീരം. ചില ഭാഗങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കിട്ടും.
ചെമ്മാപ്പിള്ളി, ആനേശ്വരം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങിയ പുലിക്കളി, തെയ്യം, മേളം എന്നിവയോട് കൂടിയ ഘോഷയാത്ര സംഘടിപ്പിച്ചത് ചൊവ്വ ഫ്രണ്ട്സ് ചെമ്മാപ്പിള്ളിയായിരുന്നു. തെയ്യം, ശിങ്കാരിമേളം, ഫ്യൂഷൻ, കാവടി, ഗരുഡനാട്ടം എന്നിവയോടെയുള്ള തൈവളപ്പിൽ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമുള്ള ഘോഷയാത്രയ്ക്ക് ഭാഭാസ് ശിവജി നഗർ നേതൃത്വം നൽകി. തെയ്യവും ശിങ്കാരിമേളവും ഗരുഡനാട്ടവും പുലിക്കളിയും കുമ്മാട്ടിയും ഒക്കെയായി പെടയനാട് ബാപ്പു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തിയ കുമ്മാട്ടി ഘോഷയാത്ര മുറ്റിച്ചൂർ കോക്കാൻമുക്ക് സെൻട്രലിൽ നിന്നാണ് തുടങ്ങിയത്. കിഴക്കുമുറി ഭക്തജന കൂട്ടായ്മ നേതൃത്വം നൽകിയ ചിന്തുപാട്ട് ഘോഷയാത്രയുടെ ഭാഗമാകാനെത്തിയത് പെരിങ്ങോട്ടുകര തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമായിരുന്നു. കൂട്ടുമാക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും അവിടുത്തെ ക്ഷേത്ര ക്ഷേമസമിതി സംഘടിപ്പിച്ച അവകാശികളുടെ വിഭവ സമർപ്പണ യാത്രയ്ക്ക് നാദസ്വരവും താലപ്പൊലിയുമെല്ലാം മികവേകി. തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെതായ ഒരു ചടങ്ങിന് ക്ഷേത്രത്തിൻ്റെ വകയല്ലാത്ത ഒരു ഘോഷയാത്ര തൃപ്രയാർ ശ്രീരാമക്ഷേത്ര സന്നിധിയിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു എന്നുള്ള ഒരു അപൂർവതയും ഈ ചടങ്ങിനുണ്ട്. തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ പുറത്തു നടക്കുന്ന ഒരു ചടങ്ങിലേക്കുള്ള ഏക എഴുന്നള്ളിപ്പ് അന്ന് വൈകിട്ട് 5-ന് ഗജവീരനും ചെണ്ടമേളവും കുത്തുവിളക്കും മുപ്പന്തവും ഒക്കെയായി ചെമ്മാപ്പിള്ളിയിൽ എത്തിച്ചത് കായംപിള്ളി ആൽ സാംസ്കാരിക വേദിയായിരുന്നു. അങ്ങനെ ഇതെല്ലാം ചേർന്ന ഒരു മഹാഘോഷയാത്ര കൊട്ടാരവളപ്പിലെത്തിയപ്പോൾ അതിഗംഭീരമായ വർണ്ണമഴയൊരുക്കിയാണ് ചൊവ്വ ഫ്രണ്ട്സ് ചെമ്മാപ്പിള്ളി സ്വീകരണം നടത്തിയത്. തുടർന്ന് അവകാശ വിതരണവും നടത്തിയതോടെ ചടങ്ങുകൾ സമാപിച്ചു. അവകാശ വിതരണത്തിന് തൃപ്രയാർ ക്ഷേത്രം മാനേജർ മനോജ് കെ നായർ നേതൃത്വം നൽകി. പ്രകൃതിയുടെ നിത്യസ്വത്വവുമായി മാനവ പ്രകൃതിയെ കൂട്ടിയിണക്കുന്ന ഈ ആചാരാനുഷ്ഠാന പദ്ധതി ആത്മീയവും ഭൗതികവുമായ സമൂഹ ജീവന സംസ്കൃതിയെ പുനഃസൃഷ്ടിക്കുന്നു എന്നതിൽ പക്ഷഭേദമേതുമേയില്ല. രാമായണമെന്ന ജ്ഞാന സംഹിതയുടെ അകക്കണ്ണ് തുറക്കുന്ന ചിറകട്ടോണം ചരാചരങ്ങളുടെ സപ്തവ്യസനങ്ങളെയും പ്രതിരോധിച്ച് ധർമ്മ വെളിച്ചവും ശക്തി പ്രാർത്ഥനയും പകരുകയാണ് ചെയ്യുന്നത്. ഗ്രാമ സൗഭാഗ്യങ്ങളെ വിളിച്ചുണർത്തുകയും നവനവോന്മേഷശാലിനിയാക്കി നാടിനെ ഉണർത്തി നിർത്തുകയും ചെയ്യുന്ന ഈ രാമോത്സവം പോലെയുള്ള അനശ്വരവേളകൾ രാജ്യം മുഴുവൻ പടരട്ടെ, പടർന്ന് പന്തലിക്കട്ടെ.